ജീവിതത്തിൽ ഒന്നും നടക്കാത്തൊരവസ്ഥ വരുമ്പോൾ നാം സാധാരണ പറയുന്ന ഒന്നാണ് ഇതെന്റെ തലവിധിയാണ് എന്ന്. എന്നാൽ ഈ തലവിധി എന്ന് പറയുന്നത് നമ്മുടെ ശീലങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. നമ്മുടെ ശീലങ്ങൾ വളരെ പോസിറ്റീവാണ് എങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു തലവിധിയാണ് ഉണ്ടാക്കുക. അതല്ല വളരെ നെഗറ്റീവായിട്ടുള്ള വളരെ മോശപ്പെട്ട രീതിയിലാണ് നമ്മുടെ സ്വഭാവങ്ങൾ ശീലങ്ങളെങ്കിൽ അത് നമ്മുടെ തലവിധിയെ നെഗറ്റീവായി ബാധിക്കും. അല്ല, ഒരു തലവിധി അൺലക്കി എന്നൊക്കെ പറഞ്ഞ് നിർഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ മാറ്റിവെക്കുന്നതിന് പകരം നമ്മുടെ ജീവിതത്തിൽ നാം നമ്മുടെ സ്വഭാവം എന്താണ്, നമ്മുടെ ശീലങ്ങൾ എന്താണ് എന്ന് പരിശോധിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ പറയുന്ന ഈ 8 തരത്തിലുള്ള സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അത് നമ്മുടെ തലവിധി മോശമായി ബാധിക്കും. ജീവിതത്തിൽ ഒന്നും നടക്കാത്ത ഒരവസ്ഥയായിരിക്കും. യാതൊരു പിടിയും നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകില്ല. ജീവിതം അത് അതിന്റെ വഴിക്ക് പോകുക എന്നതിനപ്പുറത്ത് ജീവിതത്തിൽ ഒരു എത്തും പിടിയുമില്ലാതെ നമ്മൾ തലവിധിയെ പഴിച്ചുകൊണ്ട് അങ്ങനെ കഴിയുന്നതിന് പകരം ഈ 8 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശീലമായിട്ടുണ്ട് എങ്കിൽ അതിനെ നമ്മൾ മാറ്റിയെടുത്തുകൊണ്ട് ഒന്ന് പരിശ്രമിച്ചാൽ നമ്മുടെ ജീവിതം മെച്ചപ്പെടും. നല്ല ഒരു ജീവിതം, സമാധാനപൂർവമായ വിജയപൂർവമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ നമുക്ക് കഴിയും. ആ 8 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, നമുക്കൊരു സെൽഫ് ഡിസിപ്ലിൻ ഇല്ല എന്നതാണ്. സെൽഫ് ഡിസിപ്ലിൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു അച്ചടക്കം. നമ്മുടെ ജീവിതത്തിൽ ഒരു അച്ചടക്കം ഇല്ലാതെ പോകുന്ന അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ മോശമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കുക. അച്ചടക്കം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെങ്കിലും വീക്ഷിക്കുമ്പോൾ നിരീക്ഷിക്കുമ്പോൾ നല്ല രീതിയിൽ പോകുക എന്നത് അച്ചടക്കമാണ്. എങ്കിൽ പോലും ആരും വീക്ഷിക്കാനില്ലാതെ ആരും നിരീക്ഷിക്കാനില്ലാതെ നമ്മൾ സ്വയം നിരീക്ഷിച്ചുകൊണ്ട് നമ്മൾ സ്വയാച്ചടക്കം ഉണ്ടാകുമ്പോഴാണ്, സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിൽ നല്ല ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. നാം ഉറങ്ങുന്നത്, ഉണരുന്നത്, നാം കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാം കൃത്യമായിട്ടുള്ള ഒരു ഡിസിപ്ലിനോട് കൂടിയാണ് എങ്കിൽ നമുക്ക് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. അതോടൊപ്പം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പ്ലാനിങ് ഇല്ലാത്ത അവസ്ഥയാണ്. ജീവിതത്തിൽ ഞാൻ ഇന്ന് നേരം വെളുത്ത് ബെഡിൽ നിന്ന് ഉണർന്നതിന് ശേഷം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്ന ഒരു പ്ലാനിങ് ഇല്ലാത്ത അവസ്ഥയാണ് നമുക്കുള്ളത് എങ്കിൽ നമ്മുടെ ജീവിതം മെച്ചപ്പെടാൻ പ്രയാസമാണ്. നാം ഒരു പ്ലാനിങ് തയ്യാറാക്കിക്കൊണ്ട് ആ പ്ലാനിനനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും, മെച്ചപ്പെടലുകൾ ഉണ്ടാകും. അങ്ങനെ സെൽഫ് ഡിസിപ്ലിൻ ഉള്ള, പ്ലാനിങ് ഉള്ള ആ ജീവിതത്തിൽ നമുക്കൊരു പ്രയോറിറ്റി ഉണ്ട് എങ്കിൽ ഞാൻ ഏത് കാര്യമാണ് ആദ്യം പ്രയോറിറ്റി നൽകേണ്ടത്, എൻ്റെ ലൈഫിൽ ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് ഞാൻ പ്രയോറിറ്റി നൽകേണ്ടത്. നമ്മളൊരു ജീവിതത്തിൽ നമ്മൾ ആലോചിച്ചാൽ അറിയാം, ഒരുപാട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും. നമുക്ക് എന്റർടൈൻമെന്റ് ആകട്ടെ, നമ്മുടെ മനസ്സിനെ സുഖിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാകട്ടെ, വലിയ ഹാർഡ് വർക്ക് ഒന്നും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തു പോകും. എന്നാൽ അതിൽ നിന്ന് ഒരു തരിമ്പ് പോലും നമ്മുടെ ജീവിതം മെച്ചപ്പെടാനുള്ള, ജീവിതത്തിൽ മാറ്റം വരാനുള്ള ഒന്നും ഉണ്ടാകില്ല. നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പരിശോധിച്ചാൽ അറിയാം. ഒരുപാട് റീലുകളും മറ്റും കണ്ട് നമുക്കൊരു ഉപകാരവുമില്ലാത്ത, ജീവിതം മെച്ചപ്പെടുത്താൻ യാതൊരു സാഹചര്യവുമില്ലാത്ത കുറെ കാര്യങ്ങൾ, സിനിമ കാണും, കുറെ കോമഡി കാണും, അതുപോലെ കുറെ റിയൽ ലൈഫ് സ്റ്റോറീസ് എന്നൊക്കെ പറഞ്ഞ് വരുന്ന റീൽസ് നമ്മൾ അതിന്റെ പുറകെ പോകും. അങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ട് സമയം പോകുന്നത് അറിയാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യും. അതിനപ്പുറത്ത് നാം എന്താണ്, നമ്മുടെ ലക്ഷ്യം എന്താണ്, ആ ലക്ഷ്യത്തിലേക്ക് ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ട് അതിനെ സഹായിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്താൽ സോഷ്യൽ മീഡിയ വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ്. അതിനെ ഉപകാരപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങും കൃത്യമായിട്ടുള്ള ഒരു പ്രയോറിറ്റിയും നാം ചെയ്യുന്ന കാര്യങ്ങളിൽ ഉണ്ടാവണം. അതുപോലെ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കാര്യങ്ങളെ നീട്ടിവെക്കുക. കുറച്ചു കഴിഞ്ഞിട്ടാകാം, അല്ല എങ്കിൽ നാളെ ആകട്ടെ എന്ന്. നാളെ നീളെ എന്ന് കേട്ടിട്ടില്ല. നാളെ എന്ന ഒരു ദിവസമേ ഇല്ല. കാരണം നമ്മൾ നേരം വെളുത്ത് നാളെ ആയാലും നാം പറയുന്നത് അത് നാളെ ചെയ്യാം എന്നാണ്. അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത്, നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അത് നീണ്ടുപോകുകയും അത് ചെയ്യാതിരിക്കുകയും ചെയ്യും.
നമ്മുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മുടെ സമയം ചിലവഴിക്കുകയും ആവശ്യമുള്ള കാര്യങ്ങളിൽ നാം ഒന്നും ചെയ്യാതെ അത് മാറ്റി മാറ്റി വെച്ച് കൊണ്ടുപോകും. അങ്ങനെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യം നാളേക്കോ മറ്റു സമയങ്ങളിലേക്കോ മാറ്റിവെക്കുന്ന ഒരാളാണ് നമ്മൾ എങ്കിൽ ആ സ്വഭാവം നമ്മൾ എടുത്തു കളയുക. അത്തരം സ്വഭാവം നമ്മുടെ മാനസശക്തിയെയും മാനസികമായ ആരോഗ്യത്തെയും നമ്മുടെ ജീവിതത്തെയും സാരമായി ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു കാര്യവും ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ ആ സ്പോട്ടിൽ തന്നെ ചെയ്യുക എന്നതിനപ്പുറത്ത് ഒരു കാര്യവും നാളേക്കോ മറ്റൊരു സമയത്തേക്കോ മാറ്റിവെക്കാതിരിക്കുക, നീട്ടിവെക്കാതിരിക്കുക. അതുപോലെ അഞ്ചാമത്തെ ഒരു കാര്യം, നമ്മൾ ഒരുപാട് സമയം ഉറങ്ങിക്കളയുക എന്നത്. നല്ല കാര്യങ്ങൾ, പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഒരു 6 മണിക്കൂർ മുതൽ 7 മണിക്കൂർ വരെ ഉറങ്ങുന്നത് നല്ലതാണ്. പക്ഷേ അത് കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാകണം. ആ ക്ഷീണം ഒന്നും അകറ്റാനും നമ്മളൊന്ന് റീഫ്രഷ് ആകാനും നമ്മുടെ മാനസിക ശാരീരികമായിട്ടുള്ള ഒരു പുനർക്രമീകരണം നടക്കാനും ഒന്ന് റിലാക്സ് ആവാനും ഒക്കെ ഉറക്കം അത്യാവശ്യമാണ്, നിർബന്ധമാണ്. പക്ഷെ അമിതമായിട്ട് 12 മണിക്കൂറും 14 മണിക്കൂറും ഒക്കെ ഉറങ്ങി സമയം കഴിക്കുന്ന ആളുകൾക്കും ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയില്ല. അവരുടെ ജീവിതം മെച്ചപ്പെടുമെന്ന് യാതൊരു പ്രതീക്ഷയും വേണ്ട. അതുകൊണ്ട് അമിതമായി ഉറങ്ങാതിരിക്കുക. അതോടൊപ്പം മറ്റൊരു വിഷയമാണ്, നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഗോളിനെ ഒക്കെ പോസിറ്റീവായി സ്വാധീനിക്കാൻ കഴിയുന്ന പ്രൊഡക്റ്റീവായ കാര്യങ്ങൾ ചെയ്യാതെ അൺപ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ സമയം ചിലവഴിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സമയം സിനിമ കണ്ടിരിക്കുക, ഒരുപാട് സമയം കോമഡി കണ്ടുകൊണ്ടിരിക്കുക, ഒരുപാട് സമയം സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക, അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് തരിമ്പ് പോലും ഒരിറ്റു പോലും ഗുണം ചെയ്യാത്ത കാര്യങ്ങളിൽ മുഴുകാതിരിക്കുക. അങ്ങനെ മുഴുകുകയാണ് എങ്കിൽ നമ്മുടെ സമയനഷ്ടം സംഭവിക്കും, നമ്മുടെ ലൈഫിന്റെ പ്രൊഡക്ടിവിറ്റി നശിക്കും, നമുക്ക് ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യുകയാണ് എങ്കിൽ എല്ലാ സമയവും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമെങ്കിലും നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സഹായിക്കുന്ന കാര്യമുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് കോമഡി കണ്ട് എന്നത് കൊണ്ട് കുഴപ്പമില്ല, അതിൽ നമുക്കൊരു പോസിറ്റീവ് ഉണ്ടായിരിക്കണം. നല്ല നല്ല മെസ്സേജുകളുള്ള റീൽസുകൾ കാണുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ നമുക്കതിൽ നിന്ന് ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. അല്ലാതെ യാതൊരു ഗുണവുമില്ലാത്ത കാര്യങ്ങളിൽ മുഴുകാതിരിക്കുക. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഈ കാര്യം ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എന്താണ് ഗുണം എന്ന ഒരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ ഈ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടെ സമയം അനാവശ്യമായി ചിലവഴിക്കുന്നത് ഒഴിവാക്കാൻ കഴിയും. അതുപോലെ മറ്റൊരു വിഷയമാണ് പരാജയ ഭയം. എന്തെങ്കിലും ചെയ്താൽ ഞാൻ പരാജയപ്പെട്ടു പോകുമോ, ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ലേ, ഇത് മോശമായി പോകുമോ, ഞാനത് ചെയ്താൽ എനിക്ക് നഷ്ടം സംഭവിക്കുമോ എന്നൊക്കെയുള്ള നെഗറ്റീവായ ചിന്തകൾ നമ്മുടെ കൂടെ ഉണ്ട് എങ്കിൽ ആ നമ്മുടെ ജീവിതം ഒരിക്കലും മാറ്റിമറിക്കാനോ ഒരു ചെറിയ രീതിയിലുള്ള മാറ്റം പോലും സംഭവിക്കാനോ സാധ്യതയില്ല. പകരം ഈ കാര്യം ചെയ്താൽ ഒരുപക്ഷെ പരാജയങ്ങൾ ഉണ്ടായിരിക്കും. ആ പരാജയത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങളും, ആ വിഷയത്തിലെ ആ പരാജയത്തിന്റെ മുഴുവൻ നഷ്ടങ്ങളും കഷ്ടങ്ങളും ഒക്കെ അനുഭവിക്കാൻ, അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്, അതിനെ മറികടക്കാൻ എനിക്ക് കഴിയുമെന്ന ഉത്തമ വിശ്വാസത്തോടു കൂടി ഏതൊരു കാര്യം ചെയ്യാനാണ് നാം തീരുമാനിക്കുന്നത് ആ കാര്യം ചെയ്യുക. അതിൽ പരാജയ ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യാതിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ദിവസങ്ങൾ അങ്ങനെ കടന്നു പോകുമെന്നതിനപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കില്ല. നമ്മുടെ തലവിധി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും അങ്ങനെ കിടന്നുറങ്ങി ടെൻഷൻ അടിച്ച് കാലം കഴിക്കേണ്ടി വരും. അതുകൊണ്ട് പരാജയത്തെ ഭയപ്പെട്ടുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. എല്ലാറ്റിലും ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി എനിക്കിത് ചെയ്യാൻ കഴിയും, ഇൻ കേസ് അതിൽ പരാജയം സംഭവിച്ചാൽ അതിനെ മറികടക്കാനുള്ള ഒരു കരുത്ത് എനിക്കുണ്ട്, അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന രീതിയിൽ നാം ചിന്തിക്കുക. മറ്റൊരു കാര്യം, ഒരു ഉപകാരവുമില്ലാത്ത, ഒരു മൂല്യബോധവുമില്ലാത്ത ബന്ധങ്ങളിൽ കുടുങ്ങിക്കിടക്കുക എന്നതാണ്. നമ്മുടെ മനുഷ്യ സഹജമായിട്ടുള്ള സാമൂഹ്യ ജീവി എന്ന നിലക്ക് നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ഒരുപാട് നല്ല ഫ്രണ്ട്ഷിപ്പുകൾ വേണം, മറ്റാളുകളുടെ സഹായം വേണം, മറ്റാളുകളുടെ പിന്തുണ വേണം, അവരുടെ അപ്രിസിയേഷൻ വേണം, അവരുടെ പ്രചോദനം വേണം, എല്ലാം വേണം നമുക്ക്. അതുകൊണ്ട് തന്നെ നല്ല റിലേഷൻഷിപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ ഗുണകരമാണ്. അതിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അതിനെ ഉപയോഗിക്കാനും ശക്തമായ രീതിയിൽ അതിനെ നിലനിർത്താനും ഒക്കെയുള്ള പരിശ്രമങ്ങൾ നടക്കണം. പക്ഷെ നാം ആരെ തിരഞ്ഞെടുക്കുന്നു എന്നത് മുഖ്യമാണ്. ചാരിയാൽ ചാരിയത് മണക്കുമെന്ന് നമ്മുടെ പൂർവികന്മാരുടെ പഴഞ്ചൊല്ലുകളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ബന്ധങ്ങൾ നാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. അല്ലാതെ
നമുക്ക് യാതൊരു ഉപകാരവും ഇല്ലാത്ത ഉപദ്രവങ്ങൾ മാത്രം സംഭവിക്കുന്ന നെഗറ്റീവായിട്ടുള്ള രീതിയിലുള്ള റിലേഷൻഷിപ്പുകൾ നമ്മുടെ ഭാഗത്തുണ്ട് എങ്കിൽ, നമുക്ക് അത്തരം ബന്ധങ്ങളുണ്ട് എങ്കിൽ, ആ രീതിയിലാണ് നമ്മുടെ കൂട്ടുകാരും ബന്ധങ്ങളുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു മാറ്റവും വരുത്താൻ കഴിയില്ല. അതുകൊണ്ട് നല്ല ബന്ധങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുക. ഈ 8 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നാം പരിശോധിക്കുക. ഏതെങ്കിലും ഒന്നുണ്ട് എങ്കിൽ അതിനെ തിരുത്തി, അതിനെ റീപ്ലേസ് ചെയ്ത് പോസിറ്റീവായ രീതിയിൽ അതിനെ മാറ്റിയെടുക്കുക. അതിലൂടെ നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ, വിജയത്തിലേക്ക് പോകാൻ, നമ്മുടെ ഗോള്, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇതുപോലെയുള്ള മറ്റൊരു പോസിറ്റീവായ വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.